decision making process and its a step. നമ്മൾ പറഞ്ഞു മാനേജീരിയൽ എക്കണോമിക്സിൽ തന്നെ എന്താണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്, എക്കണോമിക്കൽ കൺസെപ്റ്റുകൾ, എക്കണോമിക്കൽ ടൂൾ നമ്മൾ എന്തിൽ അപ്ലൈ ചെയ്യാണെന്ന് പറഞ്ഞു, ഡിസിഷൻ മേക്കിങ്ങിൽ അപ്ലൈ ചെയ്യാണ്. ഒരു മാനേജ്മെൻറ്റ്, ഒരു സ്ഥാപനത്തിനകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അപ്ലൈ ചെയ്യുന്നതാണ്, എക്കണോമിക് തിയറി അപ്ലൈ ചെയ്യുന്നതാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ്? ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിംഗ് ആണ് അത്രയും ഇമ്പോർട്ടൻ്റ്. ഏതൊരു സ്ഥാപനത്തിലും ഒരു തീരുമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ ചെറിയൊരു ഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ ഫെയിലിയറിലേക്ക് തന്നെ അത് നയിക്കും. അതുകൊണ്ട് സ്ഥാപനത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിരിക്കും? ഡിസിഷൻ മേക്കിങ്ങിനെ ബേസ് ചെയ്തിരിക്കുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് നമ്മളൊരു തീരുമാനം എടുക്കുക, ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് നമ്മളൊരു തീരുമാനം എടുക്കണം. ഒറ്റയടിക്ക് ഒരു ഡിസിഷൻ എടുക്കുകയല്ല. എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ഒരു തീരുമാനം എടുക്കുക, അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ്? ആദ്യം ഐഡൻറ്റിഫൈ ദി പ്രോബ്ലം. ഏതൊരു ബിസിനസ് ആണെങ്കിലും മാനേജ്മെൻറ്റിനാണെങ്കിലും അവിടെ എന്തുണ്ടായിരിക്കും? പ്രോബ്ലം ഉണ്ടാവാം. അപ്പോൾ പ്രോബ്ലം അനിശ്ചിതമായിട്ടുള്ള, നമ്മുടെ അൺസർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ പല പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ ഐഡൻറ്റിഫൈ ദി പ്രോബ്ലം. പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണോ, എന്താണ് പ്രശ്നം, അത് എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാമെന്നുള്ള എന്തൊക്കെയാണ് നമ്മൾ ഈ അത് സ്ഥാപനത്തിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ലിസ്റ്റ് ദി ആൾട്ടർനേറ്റീവ്സ്. ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ബദലുകൾ അല്ലെങ്കിൽ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾട്ടർനേറ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. ആ പ്രോബ്ലവുമായി കണക്റ്റഡ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവാം, മാനേജ്മെൻറ്റിന് അറിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് അതിനെപ്പറ്റി നമ്മൾ ലിസ്റ്റ് ചെയ്യാം. അതാണ് രണ്ടാമത് പറയുന്ന ലിസ്റ്റ് ദി ആൾട്ടർനേറ്റീവ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇവാലുവേറ്റ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്. ഇനി നമുക്കറിയാനുള്ള കാര്യം, ഈ പറയുന്ന ഓരോ ആൾട്ടർനേറ്റീവ്സിലും അതിന് എത്രമാത്രം ചിലവ് വരും, ഈ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ നമുക്ക് എത്രമാത്രം കോസ്റ്റ് അല്ലെങ്കിൽ എത്രമാത്രം അതിന് ബെനിഫിറ്റ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലവാണോ അതോ ബെനിഫിറ്റ് ആണോ, എത്രമാത്രം ചിലവ് വരും, ഓരോ ആൾട്ടർനേറ്റീവ്സും നമ്മളെടുത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ഇതിനോട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റുകൾ, അതിന് നമുക്ക് എത്രമാത്രം ചിലവ് വരും എന്നുള്ള കാര്യങ്ങൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് ചൂസ് ദി ഓപ്റ്റിമം ആൾട്ടർനേറ്റീവ്സ്. അതിനുശേഷം നമ്മൾ ഓരോ കാര്യങ്ങൾ അതിൻ്റെ കോസ്റ്റും ബെനിഫിറ്റും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ആൾട്ടർനേറ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം, തിരഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഏതൊരു സ്ഥാപനത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നത്? എങ്ങനെയാണ്? ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങളാണ്. നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല, നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അങ്ങനെയുള്ള അൺസർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ ഇനി നടക്കാനിരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം, എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ആൾട്ടർനേറ്റീവ്സ് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ചെലവും അതിൻ്റെ ഓരോ വശങ്ങളും അതിൻ്റെ ബെനിഫിറ്റുകളും അതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റുകളും അതിൻ്റെ ചെലവുകളും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് വണ്ണ് നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ പ്രോബ്ലത്തിനെ നമ്മൾ ഇല്ലാതാക്കുക, കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിലൊരിക്കലും മിസ്റ്റേക്ക് വരാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ എക്കണോമിക് കൺസെപ്റ്റുകൾ ടൂളുകൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് നമ്മളവിടെ ചൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് എന്ത് സാധിച്ചിരിക്കണം? നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. നമുക്ക് ബിസിനസ്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് നമുക്കതിനെ കറക്റ്റ് ചെയ്ത് ബിസിനസ്സിനെ സക്സസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിരിക്കണം. അപ്പോൾ അതിന് മാനേജ്മെൻറ്റിന് സാധിക്കണമെങ്കിൽ അവിടെ എക്കണോമിക് കൺസെപ്റ്റുകൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ടൂൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു കേസ് സ്റ്റഡി ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കേസ് സ്റ്റഡി
അതിൽ നമ്മളൊരു റീറ്റെയിൽ MNC ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ റീറ്റെയിൽ സ്ട്രക്ചറിന് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീറ്റെയിൽ രംഗത്ത് നമ്മൾ എന്താണ് ഒരുപാട് ലോകവ്യാപകമായിട്ടുള്ള ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ നമ്മൾ ഒരു റീറ്റെയിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കി എന്ത് ചെയ്യാണ്, അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള വാൾമാർട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് റീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസ് സ്റ്റഡിയാണ്. അപ്പോൾ ഇവിടത്തേക്ക് കടക്കുമ്പോൾ ഇവിടെ കുറേ പല രീതിയിൽ നമ്മുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ അതിൽ ജോയിൻറ്റ് വെഞ്ചറായിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് അപ്പോൾ അവർ നമ്മളുടെ രാജ്യത്തിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ജോയിൻറ്റ് വെഞ്ചർ കൂട്ടു സംരംഭമായിട്ട് ഇവിടെ തുടങ്ങാം എന്നുള്ള ഒരു എയിം വെച്ചിട്ട് അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള വാൾമാർട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ അവർ ഇവിടത്തേക്ക് എൻ്റർ ചെയ്തു. എന്നിട്ട് ഒരു FDI നമ്മൾ അലോ ചെയ്യുന്നില്ല. 100% മറ്റൊരു രാജ്യത്തിൻ്റെ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളുടെ രാജ്യത്തിൽ അലോ ചെയ്യുന്നില്ല. അപ്പോൾ കുറേ ഇവിടെ റെഗുലേറ്ററി നിയമപരമായിട്ടുള്ള കുറേ കൺസ്ട്രെയിൻസ്, കുറേ തടസ്സങ്ങൾ നമ്മുടെ ഗവൺമെൻറ് അവരിനെ നമ്മൾ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അപ്പോൾ അവർക്ക് നിയമപരമായിട്ടുള്ള ലീഗലായിട്ടുള്ള ലോഫുൾ ആയിട്ടുള്ള കുറേ റെഗുലേറ്ററി കൺസ്ട്രെയിൻസ് നമ്മളുടെ രാജ്യത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ അവർ ജോയിൻറ്റ് വെഞ്ചറായിട്ടൊക്കെ പല MNC മൾട്ടിനാഷണൽ കോർപ്പറേഷനും അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ കൂട്ടു സംരംഭമായിട്ടൊക്കെ പല രാജ്യങ്ങളിലും അവർ നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോകുന്ന ഒരു രാജ്യമാണ്. അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം അറിയാം. അപ്പോൾ എന്നാലും അവർ ഇന്ത്യയെ നല്ലൊരു മാർക്കറ്റായി കണ്ടതുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇവിടുത്തെ കൺസ്യൂമേഴ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടത്തേക്ക് കടന്നത്. അപ്പോൾ 2007 വന്നിട്ടുള്ള ഈ ഒരു സ്ഥാപനം നമ്മളുടെ വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് തന്ത്രപരമായിട്ടൊക്കെ നീങ്ങി നമ്മളുടെ ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റീറ്റെയിലിംഗ് രംഗത്തേക്ക് കടന്ന് കറക്റ്റായിട്ട് അങ്ങനെ പോകാമെന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് റെഗുലേറ്ററി കൺസ്ട്രെയിൻസ്, കുറേ ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു. സ്ട്രാറ്റജിക്കലായിട്ട് തന്ത്രപരമായിട്ടൊക്കെ അവർ നീങ്ങിയാലും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അവർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് 2014 ആയപ്പോഴത്തേക്കും അവരുടെ ബിസിനസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കണോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ മതിയാക്കി പോകണോ എന്നുള്ള ആ ഒരു എയിമിൽ നിൽക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യാണ്, അവിടുത്തെ മാനേജ്മെൻറ്റ് ഇടപെട്ട് കുറച്ച് തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യാണ്, അവർ അക്യോർഡ് ഇന്ത്യൻ ഇ-കൊമേഴ്സ് ഫേം വേറൊരു ഇ-കൊമേഴ്സ് നമ്മുടെ ഇവിടെയുള്ള ഫ്ലിപ്കാർട്ടുമായിട്ട് അവർ ചേരുകയാണ്. അപ്പോൾ അങ്ങനെ തന്ത്രപരമായിട്ട് അവർ നീങ്ങുകയാണ്. അക്വയറിങ് അവരെന്ത് ചെയ്തു, ഫ്ലിപ്കാർട്ടിൽ ഒരു 1 lakh മേലെ ക്രോറ് അവർ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അവരുടെ ഷെയർ അവരെന്ത് ചെയ്തു, അക്വയർ ചെയ്തു. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഷെയർ ഇത്രയും ഒരു ലോസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തും ഇവിടെ പിടിച്ചു നിൽക്കാനും സ്ട്രാറ്റജിക്കലായിട്ട് അവർ മൂവ് ചെയ്യാണ്. മറ്റൊരു സ്ഥാപനവുമായിട്ട് കൂട്ടിച്ചേർന്ന് അത് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഫ്ലിപ്കാർട്ടുമായിട്ട് ചേർന്നുകൊണ്ട് അവർ 1 lakh ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവരത് അക്വയർ ചെയ്തെടുത്തു. അപ്പോൾ ഫ്ലിപ്കാർട്ടും ഈ വാൾമാർട്ടും കൂടി ചേർന്നുകൊണ്ട് ഇവിടെ റീറ്റെയിലിംഗ് സ്ട്രക്ചർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 2018 ആയപ്പോഴത്തേക്കും അവരെന്ത് ചെയ്യാണ്, ഇങ്ങനെ അക്വയർ ചെയ്തിട്ട് ആ ഒരു ഹൈ ലെവലിലേക്ക് പോകാനായിട്ട് പിടിച്ച് ആ ഒരു ലെവലിലേക്ക് അങ്ങോട്ട് എത്താനായിട്ട് അവർക്ക് സാധിച്ചു. അവർ അക്വയർ ചെയ്തു. ഇന്ത്യൻ ഇ-കൊമേഴ്സ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിനെ അതിൻ്റെ ഷെയർ അവർ വാങ്ങിയെടുത്തു. അതുപോലെ ലോങ്